സുനിതല്ല ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീക്കുറിപ്പാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് എന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരു ആളുണ്ട്. എന്നെക്കുറിച്ചില്ല, അവരുടെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാനെ അടുത്തേക്ക് ആലയിച്ച് അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അത്. അല്പസമയത്തേക്ക് അവരുടെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ വെക്കുമായിരുന്നു. എന്നാൽ യോഹന്നാനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്നാൽ ഞാൻ പൂർത്തിയാകാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങൾ വസിക്കുന്നില്ല. വിശുദ്ധ ലേഖനങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. അവർ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നത്. എനിക്കും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. God bless you, many people. God bless you all. God bless you all. I love you all. God bless you all. സ്നേഹമുള്ളവരെ, പ്രത്യേകം നീ ആരാ എന്ന് ചോദിച്ചാൽ അവനക്ക് സാക്ഷ്യമായിട്ട് അതേപോലായിട്ട് യാർ പറയും. അവൻ പപ്പയെ പറയും, മമ്മിയെ പറയും. അങ്ങനെ ആരാ അപ്പൻ പറയും. ഇങ്ങനെ അടയാളങ്ങൾ സാക്ഷ്യം നമുക്കുണ്ട്. ഏതാവ് നല്ല കാര്യം ചെയ്താലും അത് സാക്ഷ്യമുണ്ടോ നമ്മൾ ചോദിക്കും. പിന്നെ പല പ്രവർത്തനങ്ങളെ കുറിച്ചും പല പ്രവൃത്തികളെ കുറിച്ച് സാക്ഷ്യം നമ്മൾ കണ്ടുമുട്ടാറുണ്ട്, കാണിക്കാറുണ്ട്, ഉറപ്പ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇന്നത്തെ വായനാക്കളെ യേശുവിൻ്റെ സാക്ഷ്യം ഉറപ്പാണ്. യേശു ഉയർത്തുന്നത് ഉറപ്പാണ്. ഇങ്ങനെല്ലാം ചെയ്യാൻ കാരണമുണ്ടോ, ഏതെങ്കിലും അടയാളമുണ്ടോ, സാക്ഷ്യമുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാർ ചോദിച്ച് ഈസ്റ്റർ കുർബാന ഒരുപാട് സമയമെടുത്തത് കൊണ്ട് അന്ന് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വലിയ ദിവസങ്ങൾ പറഞ്ഞാൽ മറ്റു മക്കൾക്ക് ഇത് ഉപകാരമായിട്ട് വരും, അനുകൂലമായിട്ട് നല്ലതായിട്ട് വരും. അതുപോലെ ഇന്ന് യേശുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഈശോയുടെ സാക്ഷ്യത്തെക്കുറിച്ച് പറയാമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ വായിച്ചു കേട്ട ഈ വചനങ്ങൾ വഴി 3 സാക്ഷ്യങ്ങളുണ്ട്. ഈശോ ഉറപ്പിക്കാനുണ്ട്. ഈശോ തന്നെ എന്ന് ഉറപ്പിക്കാൻ 3 സാക്ഷ്യങ്ങളുണ്ട്. ആദ്യത്തെ സാക്ഷ്യം ഷാർട്ടൻ ചെയ്താൽ പറയാം. ഇത് ഫുള്ളായിട്ട് നീ വായിച്ചു കേട്ടില്ല. ഇതിൽ 3 സാക്ഷ്യമുണ്ട്. എന്തിനു പറയാൻ പറ്റും? അച്ഛൻ വായിച്ച്, അച്ഛൻ പഠിച്ച് 15 വർഷം പഠിച്ചിട്ട് ഇപ്പോൾ ഇത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏത് മതബോധനം പഠിക്കുന്നുണ്ട്. ആദ്യ കുർബാന സമയത്ത് ഒരു 10 ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ 8-10 ക്ലാസ് പഠിക്കുന്നുണ്ട്. ആൾക്കാരെ 8-10 ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ 8-10 ലെവലിൽ പഠിക്കുന്നുണ്ട്. 8-10 ലെവലിൽ ആദ്യ കുർബാന സ്വീകരിക്കുന്നുണ്ട്. 8-10 ലെവലിൽ മാരേജ് കോഴ്സ് ഫസ്റ്റ്
മാസം, അപ്പൊ മൂന്നാഴ്ച, രണ്ടാഴ്ച, ഒരാഴ്ച. ഇപ്പൊ ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ടേക്ക് ഇറ്റ് ഈസി. സാറ്റർഡേ സൺഡേ, സൺഡേ സാറ്റർഡേ, സാറ്റർഡേ വധുക്കും വരണക്കും, സൺഡേ അമ്മ പപ്പയും ഇങ്ങനെ ഇപ്പൊ തിരിച്ചു വെച്ചിട്ടുണ്ട്. അത്ര ഷോർട്ടായിട്ട് വന്നുകൊണ്ടേയിരിക്കുക. അത്ര അപ്പം അത് വലിയ എനിക്ക് അലക്സ് ചിന്തിക്കുക. എനിക്ക് എത്ര ഇപ്പൊ എന്റെ സമയമായിട്ടില്ല, ജോലി വരണം, പിന്നീട് കല്യാണത്തിലൊക്കെ ചിന്തിക്കണം കേട്ടോ. ഇങ്ങനെ ചിരി വരില്ലേ ഈ യുവാക്കൾക്ക് ചിരി വരുന്നുണ്ട് ഈ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ. ഉടനെ ഈ സ്വപ്നം, ഡ്രീം അനാലിസിസ്, ഡ്രീം വേൾഡിലേക്ക് നമ്മൾ പോകും. അത് ഓക്കെ, നല്ലതാണ്, ഡ്രീം നല്ലതാണ്, വധു നല്ലതാണ്, വരണം നല്ലതാണ്. പക്ഷെ അതൊക്കെയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ജോലി, പഠനം, ജോലി, ഇതെല്ലാം ഉറപ്പ് വന്നിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ചാടണം. അടുത്ത ഘട്ടം ചെയ്യണം. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം ഈ ഈശ്വര കാണിക്കാനുള്ള അടയാളം എങ്ങനെ നമ്മൾ കാണിക്കുന്നത്? പ്രത്യേകം 3 കാരണം അറിയോ? നിങ്ങൾ എല്ലാ സമയമെടുക്കും. അടുത്ത വെള്ളിയാഴ്ച വരെ സമയമെടുക്കും. അടുത്ത വെള്ളിയാഴ്ച വരെ. നമ്പർ 1, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിശാച് പിടിക്കുന്നവൻ, ഞാൻ പാത ഒഴിപ്പിക്കുന്നവൻ. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഹങ്കാരമുള്ളവൻ, സെൽഫ് പുസ്തകങ്ങളെ തന്നെ പൊങ്കജം തന്നെ കുറിച്ച് പൊങ്കജം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയും. ഇത് ഞാൻ എന്നെ കുറിച്ച് അല്ല ഈശോ പറയുക, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല. ഞാൻ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറിച്ച് വേറെ ഒരാൾ പറഞ്ഞു, എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്, എന്നെ കുറിച്ചുള്ള അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. അപ്പോ അത് അങ്ങനെയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനലിസന്ധതികളെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അവൻ താൻ വേറൊരാൾ, ഈശോയ്ക്ക് മുന്നേ വന്ന ഒരാൾ. അവൻ താൻ ചൂണ്ടിക്കാണിക്കുക. എനിക്ക് അടുത്ത ഒരാൾ വരാൻ പോകുക, അവന്റെ ചെരുപ്പ് വാഴ കൂടെ അഴിക്കാൻ തകുതിയില്ലാതെ, യോഗ്യതയില്ലാതെ മനുഷ്യനാണ് ഞാൻ എന്ന് സ്നാപകമാണ്. അവന്റെ ഫസ്റ്റ് അടയാളം. അപ്പൊ ഈശോയുണ്ട്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ആദ്യം കിളുത്തു വന്നവൻ ഷോർട്ട് ടൈം. ഒരു ദിവസം മരിച്ചാലും യോഗ്യനായിട്ട് മരിക്കണം, യോഗ്യനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്നാപക യോഗ്യന. വെട്ടുകൊണ്ട് തുണ്ടരുണ്ട് വെള്ളത്തിൽ പോലെ ആവണം. അവനെ പോലെ ഞാൻ, എന്നെ പോലെ അവനെ പോലെ അവൻ ഫസ്റ്റ് വന്നത്. ഞാൻ സ്നാപക യോഗ്യനെ പോലെ വെള്ളത്തിൽ വെട്ടുകൊണ്ട് തുണ്ടരുണ്ട് മുറിട്ടു എന്ന് സംസാരിക്കാൻ അവൻ താൻ ഈശോയെ കാണിച്ചു കൊടുത്ത, ചൂണ്ടിക്കാണിച്ച. അപ്പൊ ഫസ്റ്റ് സാക്ഷ്യം സ്നാപക യോഗ്യനാണ്. വേറാളുണ്ട്, എന്നെ കുറിച്ചുള്ള അവന്റെ സാക്ഷ്യം സത്യമാണ് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളയച്ച് അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അവൻ ചെയ്തത്, ഇനി ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം പറയുന്നത് ഇതിനു വേണ്ടി, നിങ്ങൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. അതിനകത്ത് രണ്ടാമത്തെ സാക്ഷ്യം, കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു. യാത് ഈശോയെ സ്നാപകനാണ്. കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു. അത് യാത് இந்த ஈயல் சாப்பிட்டம் ஜீவி ஒரு ദിവസமே என்ன சூப்பரா இருக்கும். கேன்சர் நல்லது. அதே கேன்சர் உள்ள கேன்சர் வியாதி உள்ள വ്യക്തികൾ நான் പഠിപ്പിച്ചാൽ എങ്ങനെ ചെയ്യും? ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട്. நான் பூச்செடி பிடிச்சி வச்சு ചെയ്യാൻ ചെയ്തു തരാൻ ആളില്ല. അതുകൊണ്ട് ഒരു ബക്കറ്റ് കൂടെ എടുത്ത് ആ റബ്ബർ ബോട്ടിൽ എടുത്ത് ഒഴിച്ചു. കാലത്ത് പോകുമ്പോൾ 10 മാസം അവിടെ പോകുമ്പോൾ ഈ ഡീപ്പിലേക്ക് താഴെ ഫുൾ ഈയൽ, ഭയങ്കര ഈയെ കാണുമ്പോൾ ആഫ്രിക്കയിൽ തിന്നിട്ടുണ്ട്. ഈയൽ പച്ചക്ക് തിന്നിട്ടുണ്ട്. ആ തലയിൽ മാത്രം കണ്ടിട്ട് അവിടെ ഉള്ള ഈ കരുപ്പന്മാര് കരിപ്പിക്കല് പല്ലി അവിടെ ഡീപ്പിലേക്ക് അങ്ങനല്ല. അതേപോലെ ഈ ആഫ്രിക്കൻ ഈ കരിപ്പിക്കൽ കരമാണ്ടി എല്ലാം വന്നിട്ട് அந்த குத்து உண்டല്ലോ, குத்து பார்த்துட்டு இங்க திரும்பிட்டே இருக்கும்.
ഇറ്റ്സ് വെരി നൈസ് ഇതിൻ്റെ മുഖിട്ടിന ഇന്ത്യൻ മുഖിട്ടി ഇത് തിന്നാ എന്നെ അവൾ പറയുക തിന്നാൻ പറ്റും. അപ്പോൾ പച്ചയെ തിന്നാൻ പറ്റില്ല, വേറെ രീതിക്ക് തിന്നാം. അത് പിടിച്ച് ഈ ചാക്കലെ അരച്ച് കെട്ടി ഇങ്ങനെ കുടഞ്ഞ ആ ഫെദർ ആ ലഗെല്ലാം പോകും. പിന്നെ അതിന് താഴെ വെല്ല് കുളം ഉണ്ടാവും, മുകളിൽ ചെറുതായിട്ട് ചുവന്ന കളർ ഉണ്ടാവും. ഇങ്ങനെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ട് അരിക്കണം. അരിച്ച ശേഷം അത് ഉണക്കണം. ഉണക്കിയിട്ട് കുരുമിളക് ഉഴുന്ന് പിന്നെ അരി പിന്നെ എള്ള് ഇതെല്ലാം വറുത്ത് ഇടിച്ച് ചതച്ച് കാൽപ്പടി 1000 രൂപ, പടി 4000 രൂപ. ഭയങ്കര ഔഷധമുള്ളത്. അത് പിടിക്കാൻ ഒരു വേരുണ്ട്. അത് വേര് വറുത്ത് ഈ പുത്ത് മഴ വരുന്ന സമയത്ത് കെട്ടിലേക്ക് എടുത്ത് പോയിട്ട് அதை வச்சுட்டு அந்த வெள்ளம் ஒழிச்சு இந்த வேரை தூவிட்டால் அந்த உறுப்பு அந்த செதில் அப்படி பத்து வரும். லைட்டில் அடிச்சு வெளியில் விடும். அதை எடுத்து நம்ம பதப்படுத்தி அதை சீசனிங் செய்து தின்னலாம். பயங்கர மாசு கேன்சருக்கு நல்லது. அதான் புற்றுநோய் தமிழில் புற்றுனா அது നിങ്ങൾക്ക് புற்றுலேருந்து പുറത്ത് വരുന്നത് വൺ ഡേ ജീവി. അത് പക്ഷികൾക്ക് ബിരിയാണി, നമുക്ക് മെഡിസിൻ പക്ഷികൾക്ക് വൺ ഡേ ബിരിയാണി കിട്ടും. അങ്ങനെ വിലക്കായിരുന്നു. വിലക്ക് പറഞ്ഞത് ഈ വിലക്ക് പറഞ്ഞത് யாருது யோகனா விளக்காயிருந்த அவன் அல்ப சமயம் இந்த அல்ப சமயத்துக்கு வந்தது. അല്പ സമയത്തേക്ക് അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കുമായിരുന്നു. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ? വെട്ടുകൊണ്ട് തുടരുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നുണ്ടോ? നന്നായിട്ട് ആഹ്ലാദിച്ച്. പക്ഷേ അവൻ പറഞ്ഞത് കേൾക്കാൻ മനസ്സില്ല. ആഹ്ലാദിച്ച് നിങ്ങൾ ഒരുക്കുമായിരുന്നു. എന്നാൽ യോഹന്നേക്കാൾ നിങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു ആഹ്ലാദിച്ച്. പക്ഷെ അവനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. അതന്നെ അത് കണ്ടെത്താൻ എന്റെ 2 സാക്ഷ്യമുണ്ട്. പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ. ഇതാണ് രണ്ടാമത്തെ സാക്ഷ്യം. പിതാവ് എനിക്ക് ഏൽപ്പിച്ച ജോലികൾ. അതെന്താ ജോലി? എന്താണ് ജോലി? മുടവൻ നടക്കുന്നുണ്ട്, അന്ധൻ കാണുന്നുണ്ട്, ചെവിടൻ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം പിതാവ് ഈ പുത്രനെങ്കിൽ നൽകിയ ജോലികളാണ്. ആ പ്രവർത്തനങ്ങൾ ജോലികൾ രണ്ടാമത്തെ അടയാളം. കാണാനുള്ള ആദ്യത്തെ അത്ഭുതം, കാണാൻ കഴിയാത്ത ആദ്യത്തെ അത്ഭുതം കേൾക്കുന്നുണ്ട്. അതേപോലെ அந்த பாட்டை പറയും, ഗലീലയാവിൽ ഉള്ള കാനാവൂരിൽ ഒരു കല്യാണമേയോ നടന്നത് തൊഴി അതിൽ കടന്നുകൊണ്ട യേശുവോട് സീഡനും സെന്റ അല്ലെ കണ്ണിമരി ആളുകളുടെ വെറുതെല്ലാം ഗോൾ ശരിയില്ല. നാളെ ഫുൾ പാട്ട് വരുന്നത് ബേസ് വയസ്സിലുണ്ട്. ഫുൾ ബേസ് വയസ്സ് അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ ആദ്യത്തെ അടയാളം അത് അത്ര അത്ഭുതങ്ങളും ജോലികളും. രണ്ടാമത്തെ അടയാളം ഇവൻ തന്നെ എന്ന് കാണിക്കാൻ, ഈശോ തന്നെ എന്ന് കാണിക്കാൻ. ആദ്യത്തെ അടയാളം, ആദ്യത്തെ സാക്ഷ്യം സ്നാപകമാണ്. രണ്ടാമത്തെ സാക്ഷ്യം പിതാവ് നൽകിയ ജോലികളാണ്, അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്. രണ്ടാമത്തെ അടയാളം ഇവൻ തന്നെ എന്ന് കാണിക്കാൻ. അപ്പൊ ഈശോ തന്നെ. മൂന്നാമത്തെ സാക്ഷ്യം അത് സുപ്രാണ്. അവിടുന്ന് അച്ഛനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ എന്ന മൂന്നാമത്തെ അടയാളം. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്നാൽ അവയിൽ സത്യജീവൻ ഉണ്ടെന്നും നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. 3 അതാ ഈ വിശുദ്ധ ലിഖിതങ്ങൾ ഈശോയെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. ഇതിനകത്ത് ഈശോ പറയുക എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിന് എന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. വിശ്വാസമല്ല. ഈ സമയം ഇവിടെ ക്രിസ്ത്യൻ കോളേജില് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടെന്നാ പാദപൂജ ഒരു പൂജ, പാദപൂജ ആ പൂജ ഈ പൂജ. ഓനെ അച്ഛ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്, എന്റെ മക്കളെ അപ്പുറത്ത് കൊണ്ടുപോകട്ടോ. എന്റെ പറ്റി മേടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ ചിന്താഗതി. വിശുദ്ധ ലിഖിതം കുറിച്ചോ കുർബാനയെ കുറിച്ചോ പങ്കെടുക്കണം, അത് ഉൾക്കൊള്ളണം, അത് ആടപ്പെടുന്നതിനുള്ള ചിന്താഗതി വരുന്നില്ല. ഈശോ പറയുക വരുന്നില്ല, വിസമ്മതിക്കുന്നു.
ആഡംബരം, ആട്ടം, പാട്ടം, കൂത്ത്, കൊണ്ടാട്ടം, ഇങ്ങനെ ഈ പാട്ടി അണക്കുന്ന മ്യൂസിക് വന്നു കഴിഞ്ഞാൽ മതി, തന്നെ ആളും പാടി அப்படியே வருத்தம் இழுக்கும் கொண்டு போகும். இதுதான் நம்முடைய மைண்ட். அதான் ஈஸ்வர பரிவா விசமதிக்கு நீங்கள் என்ன காட்டிலும் നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് പ്രലോഭിക്കുന്ന സൈത്താൻ ഒരുവനുണ്ട്. ഒരുവൻ എന്ന് അറിയപ്പെടുന്ന സൈത്താന്റെ പുറമെ പോകുമ്പോൾ വിസമ്മതിക്കുന്ന ആ സവിശേഷത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ലിഖിതങ്ങളെ നിങ്ങൾ വായിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, അത് സ്വന്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സാക്ഷ്യത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഈശോ പറയുക. അപ്പോൾ ഈശോയെ കാണിക്കാൻ 3 സാക്ഷ്യങ്ങളുണ്ട്. 1 സ്നാപകരണം, 2 അപ്പൻ തന്ന ജോലികൾ, 3 വിശുദ്ധ ലിഖിതങ്ങൾ. 1 2 ലോക്കൽ നല്ല കുട്ടി കുട്ടി ലോക്കൽ അപ്പൻ തന്ന ജോലികൾ പറഞ്ഞ് ദൈവപിതാവുകൾ നൽകിയ ജോലികൾ. വെരി ഗുഡ്, ഗോഡ് ബ്ലെസ് യു. ദൈവപിതാവുകൾ നൽകിയ ജോലികൾ 3 വിശുദ്ധ ലിഖിതങ്ങൾ. അപ്പൊ ഈശോയെ കാണിക്കാൻ 3 സാക്ഷികൾ ഉണ്ടായിരുന്നു. 1 അനൽസന്ധതകളെ ചൂണ്ടിക്കാണിച്ച ആ സ്നാപകരണം, 2 ദൈവപിതാവ് നൽകിയ ജോലികൾ, പ്രവർത്തനങ്ങൾ, പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. 3ാമത്തെ വിശുദ്ധ ലിഖിതങ്ങൾ. ഇന്ന് നിങ്ങൾ ഞാനും നേരിട്ട് കണ്ടുമുട്ടാനുള്ള വർത്ത സാക്ഷ്യം. വിശുദ്ധ ലിഖിതം, വചനം, ബൈബിള്. ഈ വഴി വായിക്ക്, കേക്ക്, ധ്യാനിക്ക്, ദൈവത്തെ അനുഭവിക്ക്. അതുവഴി ഈ സാക്ഷ്യം അറിയപ്പെടുന്ന ഇവനെ കണ്ടുമുട്ടാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും സ്വന്തം അനുഗ്രഹിക്കട്ടെ. God bless you, many people. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.